നമഃശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, പുരാതന ഭാരത സംസ്കാരത്തിൽ ആചാരങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, നമ്മെ ആരെങ്കിലും കാണാൻ വന്നാൽ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് ഒരു ഇരിപ്പിടം നൽകണം. അദ്ദേഹം ഇരുന്ന് തയ്യാറായതിനു ശേഷമേ സംസാരം തുടങ്ങാൻ പാടുള്ളൂ. ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല. ഒരാൾ വാതിൽ കടന്നു വരുമ്പോഴേക്കും തിരക്കും, ഏയ് എന്താ കാര്യം? ഇതൊട്ടും ശരിയല്ല. അദ്ദേഹം വരട്ടെ, ഇരുന്ന് ഒന്ന് ആശ്വസിക്കട്ടെ, എന്നിട്ട് മാത്രമേ സംഭാഷണത്തിലേക്ക് കടക്കാവൂ. നാം വരുന്നവരോട് ബഹുമാനം കാണിക്കണം. ഒരാളോട് ബഹുമാനം കാണിച്ചാൽ നാം അദ്ദേഹത്തിന് സ്വീകാര്യനാകും. അവർക്കും നമ്മോട് പ്രതിപത്തിയും തോന്നും. നമുക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ ചുറ്റും വ്യാപിക്കും. നേരെ മറിച്ച് ഒരാൾ നിങ്ങളുടെ മുറിയിൽ വരുമ്പോഴേക്കും അവിടെ ഇരിക്കൂ എന്ന് കടുപ്പിച്ചു പറയുകയാണെങ്കിൽ നിങ്ങളുടെ അധികാരഭാവവും അക്ഷമയും പ്രകടമാകും. അവിടത്തെ തരംഗങ്ങൾ പ്രതികൂലമാകും. മറ്റുള്ളവരെ ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്താൽ ജീവിതം രമ്യമായി പോകും. മാത്രമല്ല, നമ്മുടെ ഗർവവും അഹങ്കാരവും കുറയുകയും ചെയ്യും. സന്യാസിമാരുടെയും ഋഷിമാരുടെയും കാര്യത്തിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ട്. നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ അടുത്ത് പോകുന്നത്? നമുക്ക് പല ആവശ്യങ്ങളുമുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കണം, ആഗ്രഹങ്ങൾ സാധിക്കണം, ഉപദേശം വേണം, വളരെ അപൂർവമായി ആത്മസാക്ഷാത്കാരം വേണം. കാരണങ്ങൾ പലതാണ്. നമുക്ക് പരീക്ഷ പാസ്സാകണം, ജോലി വേണം, ഒരു കുഞ്ഞു വേണം. കാരണം എന്തുമാകട്ടെ, മഹാത്മാക്കളുടെ കാരുണ്യവും അനുഗ്രഹവും ലഭിക്കണമെങ്കിൽ അവരോട് ഭക്തിയും ആദരവും ഉണ്ടായിരിക്കണം. പുരാതന കാലം മുതൽക്കേ അതായിരുന്നു നമ്മുടെ ആചാരം. അനേകം സാധാരണ ഗൃഹസ്ഥരുടെ വീടുകളിലെല്ലാം ഭൗതികമായ തരംഗങ്ങളായിരിക്കും. അവരുടെ സംസാരങ്ങളും ചിന്തകളുമെല്ലാം ലോകവസ്തുക്കളെ കുറിച്ചായിരിക്കുമല്ലോ. ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിച്ച് അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് തർക്കിച്ച് സമയം കളയുന്ന അവരുടെ വീട്ടിലെ തരംഗങ്ങളും അങ്ങനെയുള്ളതായിരിക്കും. നിർമ്മലത്വമാണ് പരിശുദ്ധി. ദൈവീകതയും ആധ്യാത്മികതയുമാണ് പരിശുദ്ധി. നമ്മുടെ മനസ്സ് മുഴുവൻ ലൗകിക ചിന്തകളാണെന്നിരിക്കട്ടെ, നമ്മുടെ വീടും മുറിയും മുഴുവനും ലൗകിക ചിന്തകളെ കൊണ്ട് നിറഞ്ഞിരിക്കും. സാധാരണ ലൗകികരുടെ ഭവനത്തിൽ പൂജാമുറിയിൽ മാത്രമേ ദൈവീക തരംഗങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മനുഷ്യരാശി അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും മനുഷ്യന്റെ ഓരോ ആഗ്രഹങ്ങളും ദുഃഖങ്ങളും ഗുരുവിനോട് പറയുക. എന്നാൽ അധികമാരും തന്നെ ആത്മജ്ഞാനമോ ഈശ്വര ദർശനമോ ആധ്യാത്മിക പുരോഗതിയോ ഗുരുവിനോട് ആവശ്യപ്പെടാറില്ല. ഗുരു ഒരു സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ 10,000-ഓ 20,000-ഓ ആളുകൾ ഗുരുവിൻ്റെ ദർശനത്തിന് വരും. അതിൽ ആധ്യാത്മികതയിൽ താല്പര്യമുള്ളവർ വിരലിലെണ്ണാവുന്നവരെ കാണുകയുള്ളൂ. ജീവിതത്തിൽ വിരക്തി വളർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാതെ അവർ ആസക്തി കൂട്ടുന്ന പലതുമാണ് ഗുരുക്കന്മാരോടും മഹാത്മാക്കളോടും ആവശ്യപ്പെടുക. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? എന്താണ് ആത്മജ്ഞാനം? അത് നേടേണ്ടത് എങ്ങനെയാണ്? മറ്റെന്ത് ചോദിച്ചാലും ആരും ഇങ്ങനെയൊന്നും ഗുരുക്കന്മാരോട് ചോദിക്കില്ല. മക്കൾ ആത്മീയ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് ഗുരുക്കന്മാർക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ ഗുരു എല്ലാവരുടെയും ഗുരുവാണല്ലോ. എല്ലാവരുടെയും ലൗകിക പ്രശ്നങ്ങൾ ഗുരു ക്ഷമയോടെ കേൾക്കും, ആശ്വസിപ്പിക്കും. ഗുരു ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. നമ്മുടെ ഗുരുവിനെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. മാനവരാശിയുടെ നന്മയ്ക്ക്, അമ്മയെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് സദ്ഗുരുക്കന്മാരുടെ ജീവിതം. മഹാത്മാക്കൾക്ക് സ്വന്തമായി ഒന്നും നേടാനില്ല. അതുകൊണ്ട് അവർ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു.
ഹരി ഓം നമഃ ശിവായ.